നമസ്കാരം. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യയെ നയിക്കാൻ ഒരുങ്ങുകയാണ് സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ. ഭാര്യയുടെ രണ്ടാം പ്രസവത്തെ തുടർന്ന് ആദ്യ ടെസ്റ്റിൽ നിന്നും രോഹിത് പിന്മാറിയതോടെയാണ് വൈസ് ക്യാപ്റ്റനായ ബുംറയ്ക്ക് നായകസ്ഥാനത്തേക്ക് നറുക്കുവീണത്. പെർത്തിലെ അപകടകരമായ പിച്ചിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുക എന്ന വലിയ ചലഞ്ചാണ് ഇപ്പോൾ ബുംറയ്ക്ക് മുന്നിലുള്ളത്. ബൗളർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിൽ നമുക്കൊരു സംശയവുമില്ല. എന്നാൽ ക്യാപ്റ്റനായി ടീമിന് ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന നിലയിൽ ബുംറയുടെ റെക്കോർഡ് എങ്ങനെയാണെന്നും ആദ്യ ടെസ്റ്റിൽ ജയത്തോടെ തുടങ്ങാൻ സാധിക്കുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ടെസ്റ്റ് കരിയർ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഒരേയൊരു ടെസ്റ്റിൽ മാത്രമേ ജസ്പ്രീത് ബുംറ ഇതുവരെ നയിച്ചിട്ടുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 2022 ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റിലായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ ഇത് 2021 നടക്കേണ്ടിയിരുന്ന മത്സരമാണ്. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് പരമ്പരയിലെ ഒരു ടെസ്റ്റ് 2022 മാറ്റുകയായിരുന്നു. അസുഖം കാരണം സ്ഥിരം നായകനായ രോഹിത് ശർമ്മയ്ക്ക് ഈ ടെസ്റ്റ് നഷ്ടമായതോടെ ബുംറ ഈ റോളിൽ അരങ്ങേറുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ടീമിനെ ജയിപ്പിക്കാനായില്ല. 7 വിക്കറ്റിന് ബുംറയെയും സംഘത്തെയും ഇംഗ്ലണ്ട് തകർത്ത് വിടുകയായിരുന്നു. എങ്കിലും ഈ മത്സരത്തിൽ ബാറ്റർ എന്ന നിലയിൽ വമ്പൻ റെക്കോർഡാണ് അദ്ദേഹം കുറിച്ചത്. വെറ്ററൻ ഫാസ്റ്റ് ബൗളർ സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഒരു ഓവറിൽ 35 റൺസ് ബുംറ വാരിക്കൂട്ടി. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ഓവറിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങിയ താരമായി ബ്രോഡ് അന്ന് മാറുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ധർമ്മശാലയിൽ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റിലും ജസ്പ്രീത് ബുംറയ്ക്ക് ടീമിനെ നയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് ഫുൾ ടൈം ക്യാപ്റ്റനായിരുന്നില്ല. പേശി വലിവിനെ തുടർന്ന് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിലെ ബാറ്റിംഗിനിടെ രോഹിത് ശർമ്മ ഗ്രൗണ്ട് വിട്ടതോടെ ബുംറയ്ക്ക് താൽക്കാലിക ചുമതലയും ലഭിക്കുകയായിരുന്നു. ടീമിനെ മികച്ച രീതിയിൽ നയിച്ച അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ വെറും 195 റൺസിലാണ് ഇറങ്ങിട്ടത്. ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇന്നിംഗ്സിനും 64 റൺസിനും ജയിച്ചു കയറുകയും ചെയ്തു. പക്ഷേ ഫുൾ ടൈം ക്യാപ്റ്റനായുള്ള ബുംറയുടെ റെക്കോർഡ് നോക്കിയാൽ ഒരു ടെസ്റ്റിൽ ഒരു തോൽവി എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യയെ ഒരു മത്സരത്തിൽ മാത്രമേ നയിച്ചിട്ടുള്ളൂ. എങ്കിലും T20യിൽ 3 മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അയർലൻഡിൽ 3 T20കളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് അദ്ദേഹമാണ്. നായകസ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം നൽകിയതോടെയാണ് യുവതാരങ്ങളടങ്ങിയ സംഘത്തെ നയിക്കാൻ ബുംറയ്ക്ക് നറുക്കുവീണത്. ഫിനിഷറായ റിങ്കു സിംഗിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റവും ഇതേ പരമ്പരയിലൂടെ ആയിരുന്നു ഉണ്ടായത്. അന്ന് പരമ്പര 2-0 ബുംറയുടെ ടീം ജയിച്ചു കയറിയത്. ആദ്യത്തെ 2 മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചപ്പോൾ മഴ കാരണം അവസാന മത്സരം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും T20യിൽ ഇന്ത്യയെ നയിക്കാൻ ബുംറയ്ക്ക് അവസരവും കിട്ടിയിട്ടില്ല.